അധിനിവേശവും ആധിപത്യവും സ്ഥാപിച്ച് കോളനിവൽക്കരിച്ച് പലരും പലരെയും അടക്കി വാണ കാലമുണ്ടായിരുന്നു. അതൊക്കെ ചരിത്രം. കോളനി എന്ന വാക്കിനോട് അന്നു മുതലേ ഒരകൽച്ചയുണ്ട്. പട്ടിക വിഭാഗക്കാർ കൂട്ടത്തോടെ താമസിക്കുന്ന പ്രദേശങ്ങളെ ഇനി അങ്ങനെ അഭിസംബോധനം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് മാത്രമായോ? മാറേണ്ടത് പേരോ കാഴ്ചപ്പാടോ? കടുപ്പം കുറച്ച് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ചർച്ചയിൽ നമ്മോടൊപ്പം ശ്രീ എം ഗീതാനന്ദൻ, ശ്രീ അനന്തുരാജ്, ശ്രീമതി പ്രസീത അഴീക്കോട്. ശ്രീമതി പ്രസീത അഴീക്കോട്, ഈ പുതിയ ഉത്തരവിലൂടെ നീക്കിയ ഈ പദം യഥാർത്ഥത്തിൽ അവമതിപ്പുണ്ടാക്കിയിരുന്നോ സമൂഹത്തിൽ? എന്ത് തോന്നുന്നു? അയ്യോ, ശ്രീമതി പ്രസീത, ഈ പുതിയ ഉത്തരവിലൂടെ നീക്കിയ പദം യഥാർത്ഥത്തിൽ സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കിയിരുന്നോ? ഈ കോളനി എന്ന പദം മാറ്റിയത് കൊണ്ട് മാത്രം എന്താണ് നമ്മുടെ മന്ത്രി ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായില്ല. കാരണം കോളനി എന്നത് കൊണ്ട് കോളനി എന്ന പദത്തിനൊരു വലിയൊരു മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കോളനി എന്ന പദം മാറ്റിയത് കൊണ്ട് മാത്രം ഈ സമൂഹത്തിൽ ഉള്ള ആളുകളുടെ, അതായത് പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന്റെ വിഷമങ്ങൾ മാറും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കോളനിയിലെ കാര്യങ്ങൾ, അതായത് പ്രാഥമികമായ വിഷയങ്ങൾ പോലും ബുദ്ധിമുട്ടുന്നതാണ് കോളനി നിവാസികൾ. അതിലിപ്പോ പട്ടികജാതി കോളനി എന്നല്ല, പട്ടികവർഗ കോളനി എന്നല്ല, മറ്റ് മിക്സഡ് കോളനികൾ വരെ അതിൽ വരുന്നുണ്ട്. അപ്പോ ഈ കോളനി എന്ന പദം മാറ്റിയത് കൊണ്ട് മാത്രം ഇതില് വലിയ കാര്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ വിഭാഗക്കാർക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിച്ച ഒരു ആളെന്ന നിലയ്ക്ക് ഇത്തരത്തിൽ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായ തരത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഇവർ പങ്കുവച്ചിരുന്നോ താങ്കളോട്? ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ മണങ്ങുവയൽ കോളനി എന്ന് പറയും, വയനാട്. ഇപ്പോ ആ കോളനിയില് ഈ മഴ പെയ്തതോടുകൂടിയുള്ള അവസ്ഥ, ആ കോളനിക്ക് നമ്മള് ഉന്നതി എന്ന പേര് വെച്ച് കഴിഞ്ഞാൽ, മണങ്ങുവയൽ കോളനി എന്നാണ് ആ കോളനിയുടെ പേര്. ആ കോളനിക്ക് നമ്മുടെ മിനിസ്റ്റർ പറയുന്നത് പോലെ ഉന്നതി എന്ന പേര് നാമകരണം ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ വിരോധാഭാസം? ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ഒരു നമ്മുടെ പെൺകുട്ടികൾക്ക് പോലും വെളിക്ക് പോയി പ്രാഥമിക കർമ്മം നിർവഹിക്കേണ്ട ഒരു അവസ്ഥയിലുള്ള ഒരു കോളനിയാണത്. അപ്പൊ അങ്ങനെയുള്ള കോളനികളില് കോളനി എന്ന പദം മാത്രം മാറ്റിയത് കൊണ്ട് അതിൽ ഉന്നതി എന്ന പേര് നെയിം ബോർഡ് വെച്ചാൽ ഉണ്ടാവുന്ന വിരോധാവസ്ഥ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ആളുകളും ഒന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഈ കോളനി എന്ന് പറയുന്നത് മാറ്റി എന്നത് കൊണ്ട് ഒരു കാര്യമില്ല എന്ന് തന്നെയാണ് കോളനി നിവാസികളിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു അറിവ്. തീർച്ചയായിട്ടും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളിൽ അടക്കം മാറ്റം വരേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലക്ക് എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ആ ഒരു കാര്യത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ തുടങ്ങണം? ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മനുഷ്യർക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഒന്ന് വിശപ്പിനേക്കാൾ വലിയതൊന്നുമില്ല. വിശപ്പടക്കാൻ പോലും ഒരു ഇതില്ലാത്ത, അതായത് വകയില്ലാത്ത ജനതയാണ് നമ്മുടേത്. അപ്പോ ഈ പറയുന്ന ഈ കോളനി നിവാസികൾ എന്ന് പറയുന്ന ആളുകൾ വിശപ്പടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് പട്ടികവർഗ വിഭാഗത്തിലുള്ള കോളനികളിൽ അവിടെയുള്ള കോളനികളുടെ അവസ്ഥയെ ശരിക്കും ഗവൺമെന്റ് പരിശോധന നടത്തി അവിടെയുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് നല്ലൊരു രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി, അതിന് എല്ലാ രീതിയിലുള്ള സംവിധാനം, ഒരു മനുഷ്യന് എങ്ങനെയൊക്കെ ആവശ്യമുള്ള ഭക്ഷണം, പാർപ്പിടം, അതേപോലെ തന്നെ മറ്റെല്ലാ പ്രാഥമിക ആവശ്യങ്ങളോട് കൂടി ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് എന്നിട്ട് വേണം ഈ പറയുന്ന പോലെ ഉന്നതിന്നോ പ്രകൃതിന്നോ എന്ത് പേര് വേണമെങ്കിലും നമുക്ക് നാമകരണം ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ മിനിസ്റ്റർ പറയുകയുണ്ടായി, ആളുകളുടെ പേര് മാറ്റേണ്ടതില്ല. ആളുകളുടെ പേര് മാറ്റാതെ ഈ പറയുന്ന കോളനി എന്ന പദം ഉപയോഗിക്കരുത് എന്നൊക്കെ. ഇതിനോടൊന്നും ഒരു രീതിയിലും യോജിക്കാൻ ഈ ഒരു സമൂഹത്തിന് ഒരിക്കലും പറ്റുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഭാഗത്തോട് കാണിക്കുന്ന ഒരു വഞ്ചനയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
കഴിഞ്ഞ കാലങ്ങളിൽ ഇതിന്റെ ഒരു ഉദാഹരണം നമുക്ക് എടുത്തു പറഞ്ഞാല് ഇപ്പോ കോൺസ്റ്റബിൾ എന്ന ഒരു പദം എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റബിൾ എന്ന പദം എടുത്തു കളഞ്ഞു, സിവിൽ പോലീസ് ഓഫീസർ എന്നാക്കി. അതിനെ കൊണ്ട് എന്താ ഉണ്ടായിട്ടുണ്ടായത്? ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതുപോലെ വെറുതെ ഒരു പദം പിന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് അല്ലെ അത് ഉപേക്ഷിച്ചത് കൊണ്ട് ഒന്നും ഇവിടെ മാറ്റം വരാനില്ല. കൃത്യമായ ഒരു പരിശോധന നടത്തി ഈ പറയുന്ന ഇപ്പൊ കോളനിവൽക്കരിച്ചിരിക്കുന്നത് ആരാണെന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. കോളനിവൽക്കരിക്കുന്നത്, ഫ്ലാറ്റ് വൽക്കരിക്കുന്നതൊക്കെ ഇവിടെ മാറി മാറി വന്ന സർക്കാരുകൾ തന്നെയാണ്. അപ്പൊ സർക്കാരുകൾ ഇപ്പൊ ഉള്ള സർക്കാർ ആയാലും ഇനിയൊരു വേറെ സർക്കാർ വന്നാൽ പോലും കോളനികളിലുള്ള നിവാസികൾക്ക് വേണ്ട രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി അവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും. ശ്രീ അനന്തരാജ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത്തരത്തിലെ ഒരു പദം മാറ്റിയത് കൊണ്ട് സമൂഹത്തിന് അവരോടുള്ള ഒരു കാഴ്ചപ്പാട് മാറുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ പദം മാറ്റിയതുകൊണ്ട് മാത്രം എല്ലാം ആയോ? കേൾക്കാമോ? കേൾക്കാം. അതായത് എന്റെ വളരെ അടുത്ത സുഹൃത്തും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ദളിത് ചിന്തകനുമായിട്ടുള്ള വ്യക്തി, ഞാൻ പേര് പറയുന്നില്ല. അപ്പൊ അദ്ദേഹം നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ നിരന്തരം വരികയും സോഷ്യൽ മീഡിയകളും അല്ലാതെയൊക്കെ വളരെ പ്രസിദ്ധനായ ഒരാളാണ്. ഇദ്ദേഹത്തിന്റെയൊക്കെ യൂട്യൂബ് ചാനലിലെ സംസാരത്തിന്റെ അടിയിലുള്ള കമന്റുകൾ കോളനി വേണം എന്നുള്ളതാണ്. അപ്പൊ ഇദ്ദേഹം നമ്മൾ ഈ പറയുന്ന കോട്ട് ആൻഡ് കോട്ട് സോ കോൾഡ് കോളനിയിൽ നിന്ന് വരുന്ന ആളല്ല. അദ്ദേഹം ഒരു സിറ്റിയിൽ ജീവിക്കുന്ന ആളാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കോളനിയിൽ ജീവിക്കാത്ത ഒരാളെന്ന നിലയിൽ, അല്ലെങ്കിൽ അദ്ദേഹം ജീവിക്കുന്ന കോളനിയിൽ അദ്ദേഹത്തിന്റെ വീട് സിറ്റിയിലാണ്. അപ്പോഴും എന്തുകൊണ്ടാണ് ഈ കോളനി വേണം എന്നുള്ള പേര് അദ്ദേഹം കേൾക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒന്നാമത്, ഈ അദ്ദേഹം മന്ത്രി, നമ്മുടെ ഇപ്പോഴത്തെ MP എക്സ് മന്ത്രി ആയിട്ടുള്ള രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറയുന്ന ഒരു കാര്യം ഈ അപകർഷതാബോധം മാറ്റാനാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ കേരളത്തിലെ ദളിത് പിന്നോക്ക അടിസ്ഥാന വർഗ ജനതയ്ക്കാണോ അപകർഷതാബോധം ഉള്ളത്? അതോ ഇവിടുത്തെ മറ്റ് സമൂഹത്തിന്റെ ഒരു സുപ്പീരിയർ ബോധത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം ആർഗ്യുമെന്റുകൾ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ചും എനിക്ക് മുൻപ് സംസാരിച്ച ആൾ പറഞ്ഞതുപോലെ തന്നെ കോളനി എന്ന പദത്തിനാണോ അതോ കോളനിയിൽ ആര് താമസിക്കുന്നു എന്നത് വെച്ചിട്ടാണോ ഇവർ ഇതിന്റെ ഒരു ക്വാളിറ്റി അളക്കുന്നത്? ഇപ്പൊ ഞാൻ കോട്ടയത്ത് താമസിക്കുന്ന ഒരാളാണ്. ഇപ്പൊ എന്റെ വീടിന് വളരെ അടുത്ത് തന്നെ ദീപ്തി നഗർ ഹൗസിംഗ് കോളനി എന്നൊരു കോളനി ഉണ്ട്. ഇവിടെ വളരെ എലൈറ്റ് ആയിട്ടുള്ള, വളരെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന സവർണ ജാതി സമൂഹങ്ങളിൽ പെടുന്ന ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ഇവരെ ആരും കോളനി വേണമെന്ന് വിളിക്കാറില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ കോളനി എന്ന പേരിനപ്പുറം ഇതിന്റെ പുറകിലുള്ള ഇവിടുത്തെ സമൂഹത്തിന്റെ മാറ്റപ്പെടാത്ത, നവീകരിക്കപ്പെടാത്ത സാമൂഹ്യ സാംസ്കാരിക സവർണ ജാതി ബോധത്തിന്റെ ആ ബോധത്തെയാണ് നമ്മൾ മാറ്റേണ്ടത്. ആ ബോധം മാറ്റാതെ നമ്മൾ ആ പേരുകൾ മാറ്റുന്നതിൽ വലിയ അർത്ഥമില്ല. ഇപ്പൊ ഇത്തരത്തിൽ കോളനിയിൽ കിടക്കുന്ന എങ്ങനെ മാറ്റം വരുത്തണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? നോക്കൂ, ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താ? ഇപ്പൊ നേരത്തെ സംസാരിച്ചതുപോലെ പട്ടിണിയെ പറ്റി പറയുന്നു, അവരുടെ സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക അവസ്ഥയെ പറ്റി പറയുന്നു. കില 2009-10 ഒരു പഠനം നടത്തിയതിന്റെ ഭാഗമായിട്ട് കില പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പറയുന്ന കേരളത്തിലെ ദളിത് വിഭാഗക്കാരിൽ ഏകദേശം 4.55% ആളുകൾ അനാഥരും പാവപ്പെട്ടവരുമായിട്ട് കിടക്കുകയാണ്. ബാക്കി വരുന്ന ഏകദേശം 79% ദളിതരും വളരെ സാമ്പത്തികപരമായി വളരെ അധികം പിന്നോക്കം, ഒരു സെന്റിലും 2 സെന്റിലും 3 സെന്റിലും അകത്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ സാമൂഹ്യപരമായി ഉയർന്നു വരാ, അല്ലെങ്കിൽ സാമ്പത്തികപരമായി ഉയർന്നു വരാത്തത്? അവർക്ക് കൃത്യമായ അസറ്റ് ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഈ അസറ്റ് എന്താണ്? പ്രധാനമായിട്ട് കേരളത്തെ സംബന്ധിച്ച്, അത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഭൂമിയാണ്. കേരളത്തിലെ തകർന്നടിഞ്ഞു പോയ അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോയ ഒരു കള്ളത്തരം, പ്രത്യേകിച്ചും ലാൻഡ് റിഫോം എന്ന് പറയുന്ന ഒരു ഭൂപരിഷ്കരണം എന്ന് പറയുന്ന കള്ളത്തരത്തിന്റെ ഭാഗമായി മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ 2 സെന്റ് കോളനികളിൽ അകപ്പെടുകയോ പോയ ജനതയാണ് ഇവർക്ക് യാതൊരു അസറ്റുമില്ല സാമൂഹ്യപരമായി സാമ്പത്തികമായി വരാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായി ഇപ്പൊ കേരളത്തിലെ നമ്മുടെ ജനാധിപത്യ സർക്കാർ ഭരിക്കുന്നതിന് മുൻപ് 200-ൽ താഴെ മാത്രം ഉണ്ടായിരുന്ന ദളിത് കോളനികൾ ഇന്ന് 26,198 വരെ നിൽക്കുകയാണ്. ഈ പറയുന്ന 26,000 കോളനികൾ ഇപ്പോഴത്തെ ജനാധിപത്യ സർക്കാരിന്റെ മാറി മാറി വരുന്ന സർക്കാരുകൾ ഉണ്ടാക്കിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആളുകൾ ഈ പറയുന്ന ഭൂമി ഇല്ലാതെ എങ്ങനെയാണ് മുൻപോട്ട് പോവുക? ഈ ഭൂപരിഷ്കരണം അല്ലെങ്കിൽ ഈ കോളനി എന്ന പേര് മാറ്റുന്നതിന് പകരം എന്തുകൊണ്ട് മിച്ചഭൂമി അല്ലെങ്കിൽ ഭൂമിയുടെ വിതരണം കൃത്യമായി കൂടാ? ഇപ്പൊ കേരളത്തിലെ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചാൽ, ഈ 70 വർഷം സ്വാതന്ത്ര്യം കിട്ടി ഈ രാജ്യത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നും ക്യൂൻ എലിസബത്ത് ഏകദേശം, ഞാൻ പറയുന്നത് മായ പ്രമോദിന്റെ പഠനത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. അവർ പറയുന്നത് ക്യൂൻ എലിസബത്തിന്റെ ഏകദേശം 59,000 ഏക്കർ ഭൂമിക്ക് ഇന്നും ടാക്സ് പേ ചെയ്യുന്നു എന്നുള്ളതാണ് ക്യൂൻ എലിസബത്ത്. ഇവിടുത്തെ ഹാരിസിന്റെയും കണ്ണൻ ദേവന്റെ ട്രാവൻകൂർ റബ്ബേഴ്സിന്റെ ഒക്കെയോ 5 ലക്ഷത്തിലധികം അവരുടെ ബെനഫാക്ടേഴ്സ് എല്ലാം ചേർന്ന് 5,25,000 ഏക്കർ ഭൂമി കൈവശപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ടാറ്റ
86,000 ഭൂമി, 80,000-ലധികം ഏക്കർ ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പറയുന്ന ഭൂമികളെല്ലാം തന്നെ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയാണ്. ഈ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമികൾ തിരിച്ചു പിടിച്ച് ഭൂമിയില്ലാത്തവർക്ക് കൊടുക്കാതെ ഈ സർക്കാർ എന്ത് വിപ്ലവത്തിന്റെ കാര്യമായി പറയുന്നത്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാലം ഇതിന്റെ പുറകിൽ രാഷ്ട്രീയം മറ്റൊന്നാണ്. ഇവിടുത്തെ ആളുകൾ, പ്രത്യേകിച്ചും ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനെയൊക്കെ മുൻനിർത്തി നമ്മൾ നോക്കുന്ന സമയത്ത് ചോർന്നു പോയ, അതായത് അവരുടെ തന്നെ ഇപ്പോഴത്തെ സർക്കാരിന്റെ തന്നെ നയങ്ങളാൽ ചോർന്നൊലിഞ്ഞു പോയ അടിസ്ഥാന വർഗത്തിന്റെ വോട്ടിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ഉപരിപ്ലവ നീക്കം. ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു ഉദാഹരണം ചേർത്ത് വായിക്കാൻ ശ്രീ അനന്തരാജ്, ഈ സമൂഹത്തിന്റെ ഇടയിൽ ഇന്നും നിലനിൽക്കുന്ന ജാതിബോധത്തിന് മാറ്റാനുള്ള ഒരു ആദ്യ ചുവടുവെപ്പാവും ഈ പേരുമാറ്റം എന്ന് കാണാൻ കഴിയോ? ഇല്ല, അത് ഒരു ഉപരിപ്ലവമായ ഒരു വായന മാത്രമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം പേരിലല്ലല്ലോ കിടക്കുന്നത്. ഈ പേര് ആര് താമസിക്കുന്നു എന്നതിലാണ് ഇവർ അടിസ്ഥാനപ്പെടുത്തി വെച്ചിരിക്കുന്നത്. കൃത്യമായ മൂലധനത്തിന്റെ വിതരണം നൽകാതെ, കൃത്യമായി ഇപ്പോ കേരളത്തിലെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാലേ, ഈ കഴിഞ്ഞ സർക്കാർ, ഇപ്പം ഈ സർക്കാരാണ് EW സംവരണം കൊണ്ടുവന്ന് നമ്മൾ ആലോചിക്കണം. ഇത് EPW പഠനപ്രകാരം മുന്നോക്കക്കാരിലെ പിന്നോക്കർ ഓൾറെഡി 5 ഇരട്ടി പ്രാതിനിധ്യമുള്ള ആളുകൾക്ക് വീണ്ടും പ്രാതിനിധ്യം നൽകുന്നു. ഇവിടുത്തെ ഗ്രാൻഡ് സ്റ്റൈഫൻഡ് ഉൾപ്പെടെ കിട്ടാതെ ദളിത് കുട്ടികൾ അല്ലെങ്കിൽ ആദിവാസി കുട്ടികൾ വർഷങ്ങളായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ പലതരത്തിലുള്ള അവരെ സാമൂഹ്യപരമായി ഒക്കെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇവരുടെ ഒരു ഭരണത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്തിട്ട് ഈ പേര് മാറ്റിയതുകൊണ്ട് ഇവർ ഉയർന്നു വരുമെന്ന് പറയുന്ന ലോജിക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ലോജിക്കൊന്നുമല്ല. ഇത് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഇവിടുത്തെ പുരോഗമന ജനാധിപത്യ സമൂഹത്തെ പറ്റിച്ചുകൊണ്ട് തങ്ങളുടെ അധികാരത്തെയും അല്ലെങ്കിൽ ഈ നിലനിൽക്കുന്ന സാമൂഹ്യ അവസ്ഥയെ നിലനിർത്തി പോരുന്ന ഒരു അധികാര തന്ത്രം മാത്രമായി ഇതിനെ കാണാൻ സാധിക്കുന്നതാണ് എനിക്ക് അതിൽ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായും. ശ്രീമതി പ്രസീത, പുതിയ പേരുകൾ നഗർ, ഉന്നതി, പ്രകൃതി എന്നാണ് ഈ പുതിയ പേരുകൾ വന്നത്. ഈ പേരുകൾ എന്ത് തോന്നുന്നു? ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ ഉന്നതി, പ്രകൃതി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ദിവ്യമായ ഒരു കാര്യം. ഇപ്പൊ പ്രകൃതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിസമ്പന്നമായി അത്രയും നല്ല ഒരു ഇതാണ്. അത് നമ്മുടെ കോളനികൾക്ക് ഏറ്റവും ആപ്റ്റാണ്. പക്ഷെ ഇത് നമ്മുടെ ആളുകൾക്ക് വേണ്ടത്ര ഒരു സൗകര്യം പോലും ഇല്ലാതെ ഒരു സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു ജനതയുടെ ഈ പേര് മാത്രം മാറ്റിയതിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ വിഷയങ്ങൾ ഇടപെട്ട് അവർക്ക് വേണ്ടുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രാഥമിക കാര്യങ്ങളിലെങ്കിലും അവരുടെ ഭവനം, അതേപോലെ തന്നെയുള്ള അവരുടെ പ്രാഥമികമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ. ഇപ്പൊ കേരളത്തിൽ എത്രയോ ജനങ്ങളുണ്ട് ഒരു തുണ്ട് ഭൂമി പോലും കിട്ടാതെ. ഇപ്പൊ പലതരത്തിലുള്ള സമരങ്ങൾ നടത്തി, ഭൂമിക്ക് വേണ്ടി സമരം നടത്തി, ഈ വെറുതെ ഒരു തരത്തിലുള്ള ഒരു ഇതും ഇല്ലാതെ ഇപ്പൊ ഭൂമി കയ്യേറിയിട്ട് പോലും അതിന് പട്ടയം കിട്ടാതെ നിൽക്കുന്ന ജനങ്ങളുണ്ട്. ആ പട്ടയം കിട്ടിയാൽ മാത്രമേ അവർക്ക് വീടുകളുള്ളൂ. ഇതൊക്കെ കോളനികളായിട്ടുണ്ട്. ഇപ്പൊ കോളനികൾ എന്ന് പറഞ്ഞത് അത് മാറ്റിയതിനെ കൊണ്ട് മാത്രം ഇങ്ങനെയുള്ള പുതിയ നല്ല പേരുകൾ മാത്രം സജസ്റ്റ് ചെയ്തത് കൊണ്ട് ഒരു തരത്തിലുള്ള ഗുണവും ഈ സമൂഹത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അവർക്ക് എന്താണോ വേണ്ടത് അതിലാണ് നമ്മൾ വികസനം കൊണ്ടുവരുന്നത്. ഇപ്പോൾ ആദിവാസി മേഖലയാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും വികസനം കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിനപ്പുറം അവർക്ക് എന്താണോ ആവശ്യം അത് നൽകുക എന്നതിലല്ലേ കാര്യമുള്ളത്. സ്കൂളുകളുടെ കാര്യത്തിലാണെങ്കിൽ പോലും സാധാരണ സ്കൂളുകളിൽ ഒരു ആദിവാസി കുട്ടി വന്ന് പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ പകരം അവരുടെ ഭാഷയിൽ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് സംവിധാനങ്ങൾ മാറ്റേണ്ടതില്ലേ? എന്ത് തോന്നുന്നു? അതെ, തീർച്ചയായിട്ടും സംവിധാനങ്ങൾ ഇപ്പം കേരളത്തിന്റെ സ്ഥിതി പിന്നെ ഹൈടെക് സിറ്റികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ പുതിയ പരിഷ്കാരങ്ങൾ പുതിയ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഒട്ടും വികസിക്കാതെ നിൽക്കുകയാണ് നമ്മുടെ കോളനികൾ. അപ്പോ അവിടെയൊക്കെ അരികുവൽക്കരിക്കപ്പെട്ടവരാണ്. ഒന്നിക്കല് അവര് ഈ പുഴയുടെ തീരത്തോ അല്ലെങ്കിൽ ഒരു കടലിന്റെ തീരത്തോ അല്ലെങ്കിൽ ഒരു വയൽ തീരത്തോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അരികുവൽക്കരിച്ച് നിൽക്കുന്ന ആ ഒരു ജനതയെ നല്ല ഒരു സംവിധാനത്തിന്റെ ഭാഗമാക്കി അവരെ അവിടെ നിന്ന് ഒന്നിക്കല് നല്ല ഒരു സ്ഥലം, ഇപ്പൊ ഒരുപാട് റവന്യൂ ഭൂമികൾ കിടക്കുന്നുണ്ട്, അവിടത്തേക്ക് മാറ്റി നല്ല വീടുകൾ വെച്ച് ആ വീടുകൾ വെച്ച് ഇതേപോലെ ഒരു കോളനി ഒരു സംവിധാനമാക്കി അത് ആ ഇതിന് കോളനിക്ക് ഈ പറയുന്ന പോലെ പ്രകൃതിന്നോ അല്ല ഉന്നതിന്നോ എന്ത് നാമകരണം ചെയ്യുന്നതിനോടൊന്നും ഒരു താല്പര്യക്കുറവും ഇല്ല.
പക്ഷെ ഈ സ്ഥിതിയിൽ കേരളത്തിലുള്ള കോളനികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്നിനൊന്ന് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ ഇവിടെ ഒരു കോളനി സന്ദർശിച്ചപ്പോ അവര് പറയുന്നത് കോർപ്പറേഷനിലെ മലിനജലം അവരുടെ പിന്നെ കിണറിലേക്ക് ലയിച്ച് അവർ ഈ വെള്ളത്തിലാണ് കുളിക്കുന്നതും പിന്നെ കുടിക്കാൻ മാത്രം ഏകദേശം കിലോമീറ്ററുകൾ താണ്ടിപ്പോയി വെള്ളം ശേഖരിച്ച് കൊണ്ടുവന്നിട്ടാണ് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് കോളനികൾക്കുള്ളത്. ഈ കോളനികളുടെ ഈ പ്രശ്നം പരിഹരിക്കാതെ ഇതുപോലുള്ള നാമം മാറ്റി പുതിയ നാമകരണം ചെയ്യുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. തീർച്ചയായും ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ അത്തരം മേഖലയിലുള്ളവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് അവർ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് അവർക്ക് സ്വയം ഒരു അപകർഷതാബോധം തോന്നുന്നുണ്ടോ? അവരുമായിട്ട് ഇടപഴകുന്ന ആളെന്ന നിലക്ക് താങ്കൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? അവരുടെ ഉള്ളിൽ ആ അപകർഷതാബോധം ഉണ്ടോ? അവരുടെ ഇല്ല, ഇത് കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. ഇത് നമ്മള് എവിടെ എത്തിക്കഴിഞ്ഞാലും കോളനി നിവാസികൾ എന്ന് പറയുന്നതിനോട് ഒരു പുച്ഛം എന്ന് പറയുന്നത് ചില ആളുകളുടെ ഇടയിൽ, അതായത് ഒരു മനുഷ്യന്റെ ഇടയിൽ. ഇപ്പൊ കോളനി നിവാസികൾക്ക് അതുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ കോളനിക്കാരാണ് എന്നുള്ള അപകർഷതാ ബോധം തോന്നിയെന്ന് എനിക്ക് തോന്നില്ല. പക്ഷെ അവരെ കാണുന്ന കണ്ണുകൾക്കാണ് പ്രശ്നം. അവര് അതെന്തുകൊണ്ടായിരിക്കാം? അത് ഇവിടുത്തെ മാറി മാറി വന്ന ഗവൺമെന്റുകൾ ചെയ്തതാണ്. അവരുടെ ആ ഒരു ജീവിത രീതി എന്തുകൊണ്ടായിരിക്കാം? ഭക്ഷണമില്ലാത്തവന്റെയും ഭവനമില്ലാത്തവന്റെയും മറ്റ് ഒരു പ്രാഥമികമായ ഒരു കാര്യമില്ലാത്ത ജനതയെ എങ്ങനെയാണ് മറ്റ് ജനങ്ങൾ നോക്കിക്കാണുക? അല്ലാതെ കോളനിക്കാരായതുകൊണ്ട് മാത്രമല്ല അവരെ ആ രീതിയിൽ അകറ്റി നിർത്തുന്നത്. ഈ ഐത്തം പോലെ കാണിക്കുന്നത് കോളനിക്കാരായതുകൊണ്ട് മാത്രമേ. കോളനി എന്ന പദത്തിന് യാതൊരുവിധ മോശം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഇപ്പൊ കോളനി എന്ന പദം എന്താണ്? ഇപ്പൊ നമ്മള് ചില ഇതെടുത്ത ഇപ്പൊ തേനീച്ച കോളനികൾ എന്നാ പറയുന്നത്. ഇപ്പൊ അങ്ങനെ കോളനി എന്ന പദത്തിന് യാതൊരു മോശമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊക്കെ വെറുതെ ഒരു പട്ടികജാതിക്കാർക്ക് വേണ്ടി അല്ല പട്ടികവർഗക്കാർക്ക് വേണ്ടി ഈ വിവാദത്തിന് വേണ്ടി എന്തോ ചെയ്തു എന്ന ഒരു വാദം ഉണ്ടാക്കാൻ വേണ്ടി ഈ കാണിച്ചു കൂട്ടിയതാണിത്. അല്ലാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ഈ ഒരു നാമമാറ്റം കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഒരു ഗുണവും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, നമുക്ക് തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. പേരുമാറ്റത്തിന് ശ്രീ അനന്തരാജ്, ഈ പേരുമാറ്റത്തിന് എന്തായിരിക്കും സർക്കാരിനെ പ്രേരിപ്പിച്ചത്? താങ്കൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഈ പേരുമാറ്റത്തിന് പുറകിലുള്ള അല്ലെങ്കിൽ പേരുമാറ്റം എന്നൊരു ചടങ്ങ് ഇപ്പൊ നടക്കുന്നതിന്റെ പുറകിലുള്ള ചേതവികാരം എന്ന് പറയുന്നത് വളരെ രാഷ്ട്രീയമാണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സർക്കാർ വളരെയധികം ഭീഷണി നേരിട്ടിട്ടുണ്ട്. തുടർ ഭരണത്തിന് ശേഷം വളരെയധികം മോശപ്പെട്ട ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ ഒരുതരം സവർണ പീഡനത്തിന് ഉതകുന്ന ഭരണമാണ് സർക്കാർ നടത്തിക്കൊണ്ടുപോകുന്നത്. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വോട്ട് വളരെയധികം ഇത്തവണത്തെ ഇലക്ഷനിൽ നമ്മൾ പാർലമെന്റ് ഇലക്ഷൻ കണ്ടതാണ്, ഒരുപാട് ചോർന്നു പോയിട്ടുണ്ട്. അപ്പൊ ഈ വോട്ടുകളെ തിരിച്ചു പിടിക്കുക എന്നൊരു ഒരു രാഷ്ട്രീയ ആലോചന അല്ലെങ്കിൽ അത്തരം ഒരു കുതന്ത്രത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ പേരുമാറ്റം എന്ന ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപരിവിപ്ലവമായ ചില ഡയലോഗുകൾ പറയുന്നത്. ഇത് എല്ലാ കാലത്തും കേരളത്തിനകത്ത് ഇത്തരത്തിൽ അല്ലെങ്കിൽ പൊതുവിൽ നമ്മൾ നോക്കിയ രാഷ്ട്രീയത്തിനകത്ത് കാണുന്ന ഒരു തരം പ്രവർത്തന രീതി തന്നെയാണ്. ഇപ്പോ ഇന്ന് മാധ്യമത്തിലെ 4ാം കണ്ണ് എന്ന പങ്ക്തിയിൽ ചിന്തകനായ ടി ശ്രീകുമാർ പഴയ മോറോ ഫിലിപ്പീൻസിലെ മോറോ ലിബറേഷൻ പ്രസ്ഥാനത്തിന്റെ ഇത്തരത്തിൽ ഈ എന്താ പറയാ തങ്ങളുടെ ഒഫീഷ്യൽ കാര്യങ്ങൾ പറയുന്ന സമാധാനത്തെ പറ്റി പറയുകയും അൺഒഫീഷ്യൽ ഹാൻഡിലുകൾ വിപ്ലവത്തെ പറ്റി പറയുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഒരു അർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ശരി, തിരിച്ചു വരാം. ശ്രീ ഗീതാനന്ദൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പേരായിരുന്നു ആദ്യം മാറ്റേണ്ടിയിരുന്നത്, അതോ അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അടിസ്ഥാന വികസനങ്ങളല്ലേ ആദ്യം നൽകേണ്ടിയിരുന്നത്? കേൾക്കാമോ? അല്ല, അത്തരം ചോദ്യത്തിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് താല്പര്യമുള്ളൊരു കേൾക്കാം പറഞ്ഞു കേൾക്കാം അത്തരമൊരു ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സർക്കാർ ഇറക്കിയിരിക്കുന്ന ഉത്തരവിൽ 3 പദപ്രയോഗങ്ങൾ ഒഴിവാക്കുകയും ഒഫീഷ്യൽ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കോളനി, മറ്റൊന്ന് സങ്കേതം, മറ്റൊന്ന് ഊര്. കോളനി, സങ്കേതം എന്ന് പറയുന്ന 2 പദപ്രയോഗങ്ങളും
കേരള സർക്കാർ, പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാർ, ഈ പറയുന്ന ദളിത് ആദിവാസി ജനവിഭാഗങ്ങളുടെ അധിവാസ കേന്ദ്രങ്ങളെ വിശേഷിപ്പിക്കാൻ അടിച്ചേൽപ്പിച്ചതാണ്. തികച്ചും വംശീയമായ ഒരു അടിച്ചേൽപ്പിക്കൽ തന്നെയായിരുന്നു. കാരണം ഈ കോളനികൾ സൃഷ്ടിച്ചവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. നിങ്ങൾക്ക് ഈ വയലെല്ലാം നിങ്ങളുടേതാകും പൈങ്കിളി എന്നൊരു വശത്ത് പറയുകയും 3 സെന്റിലും 5 സെന്റിലും കുടിയിരുത്തി സൃഷ്ടിച്ച ഒന്നാണ് കോളനികൾ. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി എന്തായാലും ആ പദങ്ങൾ സർക്കാർ പിൻവലിച്ചിട്ടുണ്ട്. ഇനി അത്തരം പദങ്ങൾ ഉപയോഗിക്കരുതെന്നാണ് പുതിയ ഉത്തരവില്. അപ്പൊ ഈ പദങ്ങൾ മാറ്റിയത് കൊണ്ട് മാത്രം എല്ലാം ആയോ? ഇല്ല, അതിൽ ഒരു പ്രശ്നം കൂടി. മൂന്നാമതുള്ള പദപ്രയോഗം മൂന്നാമതുള്ള പദപ്രയോഗമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു പ്രശ്നമായി തോന്നുന്നത്. ഊരുകളുടെ പദപ്രയോഗം, ഊര് എന്ന് പറയുന്നത്, ആ പദപ്രയോഗം റദ്ദാക്കാൻ പറയാൻ ഗവൺമെന്റിന് യാതൊരു അധികാരവുമില്ല. ഊര് എന്ന് പറയുന്നത് ആദിവാസി ഗോത്രവർഗ വിഭാഗങ്ങളുടെ പാരമ്പര്യമായ ആവാസ വ്യവസ്ഥയാണ്. അത് അവർ തന്നെ വിശേഷിപ്പിക്കുന്നത്, ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചതല്ല. അത് അവരുടെ സംസ്കാരം, ഭൂമി, ഗോത്രഘടന, അവരുടെ വിശ്വാസ പ്രമാണങ്ങളുടെ ചില അതിർത്തികൾ, ടെറിട്ടറി, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ആദിവാസി ഊരുകൾ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി നിലവിൽ വന്നത്. അതിന്ന് ഭരണപരമായ എല്ലാ ട്രാൻസാക്ഷൻസിലും, വ്യവഹാരങ്ങളിലും, നീതി നിർവഹണത്തിലും, വനാവകാശ നിയമത്തിലുൾപ്പെടെ ഈ ഊരുകൂട്ടങ്ങളുടെ ഗ്രാമസഭയായി കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിന്റെ എല്ലാ ഇടപാടുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഊര് എന്ന് പറയുന്ന പദപ്രയോഗം താങ്കൾക്ക് എന്ത് തോന്നി? പേര് മാറ്റുന്നതിന് പകരം അവർക്ക് വേണ്ടി സർക്കാർ എന്ത് ചെയ്യണമെന്നായിരുന്നു താങ്കൾക്ക് തോന്നുന്നത്? ഈ പേര് മാറ്റുന്നതിന് പകരം അവർക്ക് വേണ്ടി എന്തായിരുന്നു സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്? അല്ല, ഒന്ന്, ഊരുകൾ എന്നുള്ള പേര് മാറ്റാൻ ഗവൺമെന്റ് അധികാരമില്ല, അത് നിലനിർത്തിയേ മതിയാകൂ. കോളനികൾ എന്നുള്ള പേരുമാറ്റത്തിനുപരിയായി അവരുടെ ജീവിതാവസ്ഥയിൽ മാറ്റം വരുത്താനുള്ള മൗലികമായ കാര്യങ്ങൾ ചെയ്യണം. ഞങ്ങളൊക്കെ ഉന്നയിച്ച ഒരു പ്രശ്നം, വർഷങ്ങളായി ദശങ്ങളെ ഉന്നയിക്കുന്നത് കോളനി വിട്ട് കൃഷിഭൂമിയിലേക്ക് എന്നുള്ളതാണ്. ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം 3 സെന്റ് 5 സെന്റിനപ്പുറം ഒരു കാഴ്ചപ്പാടില്ല. അവരെ വീണ്ടും വീണ്ടും കോളനികളിലേക്ക് തളച്ചിടുകയും ഇപ്പോൾ ഫ്ളാറ്റ് സമുച്ചയം എന്നുള്ള പേരിൽ നഗരങ്ങളിൽ ഉൾപ്പെടെ ഭൂമി നിഷേധിച്ചാണ് ഇവർക്ക് വാസസ്ഥലം ഒരുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻ മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഈ നടപടി വെറുതെ കണ്ണിൽ പൊടിയിടാനുള്ള ഒന്നാണെന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾ മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതുൾപ്പെടെ ഈ ഗ്രാൻസ് തകർത്ത ഒരു മന്ത്രി എന്നുള്ളൊരു ഒരു പേരാണ് ചരിത്രത്തിൽ ഇദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത്. 2.5 വർഷക്കാലമായി കുട്ടികൾക്ക് കിട്ടേണ്ട ഗ്രാന്റുകളൊന്നും തന്നെ കിട്ടുന്നില്ല. BJP ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതിയാണ് എന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷെ BJP ഗവൺമെന്റ് വാർഷിക വരുമാനം 2.5 ലക്ഷമാക്കി, ഈ ഗ്രാന്റ് പേയ്മെന്റുകൾ വർഷത്തിൽ 3 പ്രാവശ്യം എന്നാക്കി എന്ന് ഇരിക്കെ ഇവർ മറ്റൊരു ഉത്തരവിറക്കി, വർഷത്തിൽ 1 പ്രാവശ്യം കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കുകയും അത് തന്നെ കൊടുക്കാതെ 2.5 വർഷമായി നീട്ടി 160ഓളം ഡിഗ്രി PG വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠനം അവസാനിപ്പിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇതേക്കുറിച്ചും തന്നെ മന്ത്രി രാധാകൃഷ്ണനൊന്നും പറയാനില്ല. അതിനു പകരം അധികാരം വിട്ടൊഴിഞ്ഞ് MP ആയി ഡൽഹിയിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തിയിരിക്കുന്ന ഒരു ഉത്തരവ് മാത്രമാണിത്. ഇത് അവരുടെ സാമൂഹ്യ നിലയിലോ ജീവിതത്തിലോ യാതൊരു മാറ്റവും വരുത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ ഉത്തരവ് റദ്ദാക്കി ഗോത്രവർഗ വിഭാഗങ്ങളുടെ ഊര് എന്ന് പറയുന്ന സങ്കേതങ്ങൾ നിലനിർത്തുന്ന മറ്റൊരു ഉത്തരവിറക്കിയേ മതിയാകൂ. നിശ്ചയമായും കോളനികൾ എന്നുള്ള പദപ്രയോഗം മാറേണ്ടത്. പക്ഷെ അത് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന സങ്കീർണമായ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ തന്നെ മുൻ മന്ത്രി രാധാകൃഷ്ണൻ കണക്കിലെടുത്തോ എന്ന് അറിഞ്ഞുകൂടാ. കേരളത്തിലെ ഏതാണ്ട് 30,000-ലധികം വരുന്ന ആദിവാസി ഊരുകളിലും പട്ടികജാതി സങ്കേതങ്ങളിലുമുള്ള ആളുകളുടെ അഡ്രസ്സുകൾ മുഴുവൻ ഇതാണ്. അവരുടെ റേഷൻ കാർഡ്, ID കാർഡ്, അതുപോലുള്ള മറ്റു തരത്തിലുള്ള എന്താ പറയേണ്ടത്, അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടെ കാണിച്ചിരിക്കുന്ന ഇതെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന കോംപ്ലിക്കേഷൻ ചെറുതല്ല. ഇതെല്ലാം യുദ്ധകാലാവസ്ഥ അടിസ്ഥാനത്തിൽ റെക്ടിഫൈ ചെയ്യാനും തിരുത്താനും അവരെ സഹായിക്കാനും ഗവൺമെന്റ് എന്തെങ്കിലും നയമുണ്ടോ? ഇദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി ഇവിടുന്ന് പോയിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. യഥാർത്ഥത്തിൽ അതിന്റെ ഒരു ഫോളോ അപ്പ് യാതൊന്നും തന്നെ എടുക്കാനിടയില്ല. ഞങ്ങൾ എന്തായാലും ഇതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രക്ഷോഭം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുകയാണ്. പുതിയ മന്ത്രിയോട് ഈ ഉത്തരവ് റദ്ദാക്കി മറ്റൊരു ഉത്തരവിറക്കാൻ ആവശ്യപ്പെടുന്നതാണ്. ശരി, തീർച്ചയായും പേര് മാത്രം മാറിയാൽ പോരാ, സംവരണം നടപ്പിലാവണം, അടിസ്ഥാന സൗകര്യങ്ങൾ വരണം. എന്തായാലും ഈ പേര് മാറിയ വേഗത്തിലല്ലെങ്കിലും ഘട്ടം ഘട്ടമായി ഈ വിവേചനങ്ങളും ഒക്കെ മാറും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ചർച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് ശ്രീ അനന്തുരാജ്, ശ്രീ ഗീതാനന്ദൻ, ശ്രീമതി പ്രസീത എന്നിവരാണ്. നന്ദി. ചർച്ച പൂർണ്ണമാവും.
അദ്ദേഹം